ഓം ശ്രീ ഗുരുഭ്യോ നമ. അമ്മയെ കണ്ടപ്പോൾ പെൺകുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു. പിന്നീട് അവസരം കിട്ടുമ്പോഴൊക്കെ അമ്മയെ കാണാൻ ഓടിയെത്തും. ഒടുവിൽ അമ്മയില്ലാതെ വയ്യെന്നായി. അങ്ങനെ അമ്മയുടെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ആശ്രമത്തിൽ കുട്ടി താമസമാക്കി. കുറച്ച് ദിവസം കഴിഞ്ഞ് അവൾ അമ്മയോട് പറഞ്ഞു, അമ്മ, എനിക്ക് ശരിക്കും ഉറക്കം വരുന്നില്ല. വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു മുറി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കിടക്കുന്ന മുറിയിൽ വേറെ ആടും കൂടിയുണ്ട്. എനിക്ക് ഒറ്റയ്ക്കൊരു മുറിയിലാണ് താമസശീലം. അമ്മ വാത്സല്യം നിറഞ്ഞ ഗൗരവത്തോടെ തിരക്കി, മോളെ, ഇത് വീടോ ആശ്രമമോ? ആശ്രമത്തിൽ വീട്ടിലുള്ള സൗകര്യങ്ങൾ പ്രതീക്ഷിക്കാമോ? ഇവിടെ ഭക്തന്മാർ കൂടുതൽ വന്നു തുടങ്ങി. അതിനനുസരിച്ച് കെട്ടിടമുണ്ടാക്കാൻ അനുവാദമില്ല. സർക്കാർ പറയും വിധം മാത്രമേ കെട്ടിടങ്ങൾ പണിയാൻ പറ്റൂ. ഉള്ളതിൽ സന്തോഷിക്കണം മോളെ. അതിന് വയ്യെങ്കിൽ ഈ വഴിയിൽ വന്നിട്ട് എന്ത് പ്രയോജനമാണ്? ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കുന്നവർ വിവാഹശേഷം എങ്ങനെയാണ്? അവർ ഒരു മുറിയും ഒരു കട്ടിലും ഉപയോഗിക്കുന്നില്ലേ? കുഞ്ഞുണ്ടായാലോ, അത് ഇരട്ടക്കുട്ടികളായാലോ, അവരെല്ലാം ഒരുമിച്ചല്ലേ കിടക്കുന്നതും കഴിയുന്നതും? ഒരു സാധാരണ സ്ത്രീക്ക് ഇത്രയുമൊക്കെ കഴിയുമെങ്കിൽ ആശ്രമത്തിൽ താമസിക്കുന്നവർക്ക് അതിലും എത്രയോ കൂടുതൽ കഴിയണം. മോളെ, വിശ്വമാണ് നമ്മുടെ കുടുംബം. മോളുടെ മനസ്സ് വലുതാകണം. ആശ്രമം സ്വീകരിക്കാനുള്ള മനോഭാവമാണ് പഠിപ്പിക്കുന്നത്. ഒന്ന് നിർത്തി അമ്മ എല്ലാവരോടുമായി പറഞ്ഞു. ആ മോൾ പറഞ്ഞതിലും കാര്യമുണ്ട്. നിരന്തരം കൂടെ താമസിക്കുന്നവർ മാറിക്കൊണ്ടിരുന്നാൽ ചില വിഷമതകൾ ഉണ്ടാകും. പൊരുത്തപ്പെടാൻ കാലതാമസം ഉണ്ടാകും. ആ മോൾ പറഞ്ഞുകൊണ്ട് അക്കാര്യത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ അമ്മ പറയുകയും ചെയ്തു. എല്ലാവരും വഴികാട്ടികളാണ് മക്കളെ. നമഃശിവായ. സ്വശിഷ്യയെപ്പോലും വഴികാട്ടിയായി കാണുന്ന മഹാഗുരുവിൻ്റെ തൃപ്പാദത്തിൽ അഭയം പ്രാപിച്ച നമ്മൾ എത്രയോ വിനയം ഉള്ളവനായിരിക്കണം. നമുക്കതിന് ശ്രമിക്കാം.